രാജേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ശിവസേന ഒരുക്കിയൊരു ഫംഗ്ഷൻ ഒരുപാട് നേതാക്കളുടെ ഫോട്ടോയും പ്രതിമകളും വച്ചിട്ടുണ്ട്. അതിലാദ്യം വീരശിവജിയുടെ പ്രതിമ ഇരിക്കുന്നു. നമ്മുടെ രാഹുൽ ഗാന്ധി വന്ന് അതിൽ ഹാരമണിയിക്കുന്നു. തൊട്ടടുത്തായി അംബേദ്കറുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഹാരാർപ്പണം നടത്തേണ്ട സമയത്ത് ഹാരം വാങ്ങി ആ അംബേദ്കറുടെ ഫോട്ടോയുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. പിന്നെ അടുത്ത ഫോട്ടോയിൽ ഇദ്ദേഹം ഹാരം അണിഞ്ഞ് പോകുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അതങ്ങ് ചർച്ചയായിരിക്കുകയാണ്. കോൺഗ്രസ്സിന് പണ്ടേ അംബേദ്കർ ഒരു ശത്രുവായിരുന്നു. 100% അംബേദ്കർ ശത്രുവായിരുന്നു. അംബേദ്കറെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചത് കോൺഗ്രസ്സാണ്. അംബേദ്കറെ മരിച്ചതിന് ശേഷവും ചരിത്രത്തിൽ തമസ്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് കോൺഗ്രസ്സാണ്. ഉദാഹരണം 52-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ മന്ത്രിസഭയിൽ സ്വാഭാവികമായിട്ടും ഭരണഘടനാ നിർമ്മാണ സഭാ ചെയർമാൻ, ഇത്രയും അറിവുള്ള നിയമജ്ഞനായ ഒരു ആള്, അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ അവസാനം മഹാത്മാഗാന്ധിക്ക് ശക്തമായി ഇടപെടേണ്ടി വന്നു. നെഹ്റു ഉൾപ്പെടുത്തിയിരുന്നില്ല. മഹാത്മാഗാന്ധി ശക്തമായി ഇടപെട്ടതിന് ശേഷമാണ് നെഹ്റു തൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംബേദ്കറെ നിയമിക്കുന്നത്. അപ്പം മറ്റ് BJP പോലുള്ള BJPയുടെ പൂർവ്വരൂപമായിട്ടുള്ള RSS ജനസംഘവും എല്ലാം എങ്ങനെയാണ് അംബേദ്കറെ കണ്ടിരുന്നത്? അന്ന് അംബേദ്കറിനെ സഹായിച്ചത് RSS ആയിരുന്നു. 100% അംബേദ്കറെ സഹായിച്ചത് RSS ആണെന്ന് മാത്രമല്ല, അംബേദ്കറെ കുറിച്ച് നമ്മുടെ ദത്തോപന്ത് വെങ്കടജി BMSൻ്റെയും ABVPയുടെയും സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെയും സ്ഥാപകനും ക്രാന്തദർശിയായിട്ടുള്ള ആ ഒരു സന്യാസിയിലും ജീവിച്ച മഹാവ്യക്തി, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, അംബേദ്കർ സാമാജിക് ക്രാന്തിക യാത്ര എന്നുള്ളത്. അതിനകത്ത് വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അംബേദ്കറുമായിട്ടുള്ള ബന്ധം വന്നത്. 39-ലും 34-ലും പൂനെയിലെ സംഘശിക്ഷാവർഗിൽ RSSൻ്റെ ശിബിരത്തിൽ 34-ൽ പൂനെയിലും മുംബൈയിൽ 39-ലും അദ്ദേഹം അംബേദ്കർ വന്നിരുന്നു. സംഘത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ കേശവലാൽ ഹെഡ്ഗേവറുമായി നിരന്തരം സമ്പർക്കമുണ്ടായിരുന്നു. അംബേദ്കർ സമ്പർക്കമുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, 1952-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ അംബേദ്കറുടെ ഇലക്ഷൻ പോളിംഗ് ഏജൻ്റ് ആയിരുന്നത് സംഘത്തിൻ്റെ പ്രചാരകനായ ദത്തോപന്ത് വെങ്കടജിയായിരുന്നു. പോളിംഗ് ഏജന്റ് ആയിരുന്നത് ദത്തോപന്ത് വെങ്കടജിയായിരുന്നു. അംബേദ്കർ ചെയർമാനായിട്ടുള്ള പിന്നോക്ക കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അംബേദ്കർ ചെയർമാനാണ്. അതിൻ്റെ സെക്രട്ടറിയായിട്ട് നിയമിച്ചത് ദത്തോപന്ത് വെങ്കടജിയാണ്. RSSൻ്റെ പ്രചാരകനായിട്ടുള്ള ദത്തോപന്ത് വെങ്കടജിയാണ് ആ പിന്നോക്ക ക്ഷേമ ബോർഡിൻ്റെ സെക്രട്ടറിയായി നിശ്ചയിച്ചത്. ചെയർമാൻ അംബേദ്കറാണ്. അപ്പം അംബേദ്കറോട് അന്ന് തന്നെ ചില സഹപ്രവർത്തകർ ചോദിച്ചു, ബ്രാഹ്മണനായിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് പിന്നോക്ക വെങ്കടജിയെ എങ്ങനെയാണ് ഈ പിന്നോക്ക കമ്മീഷൻ്റെ സെക്രട്ടറി ആക്കിയത് എന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ പറഞ്ഞ മറുപടിയുണ്ട്, വെങ്കടജിയേക്കാൾ നല്ലൊരു ദളിതൻ നിങ്ങൾ കാണിച്ചു തന്നാൽ, വെങ്കടജിയേക്കാൾ നല്ലൊരു ദളിതനെ നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാൻ അന്ന് അദ്ദേഹത്തെ സെക്രട്ടറി ആക്കാമെന്നാണ്. അപ്പം ബ്രാഹ്മണ്യം ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. അപ്പം അദ്ദേഹം എങ്ങനെയാണ് RSSൻ്റെ പ്രചാരകനായിട്ടുള്ള വെങ്കടജി എങ്ങനെയാണ് സമാജത്തെ കണ്ടിരുന്നത്? അംബേദ്കറെ എന്തുമാത്രം ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം മതം മാറാൻ തയ്യാറായി ബുദ്ധമതത്തിലേക്ക് പോകുന്ന സമയത്ത് ദീർഘ സംഭാഷണം നടത്തിയിട്ടുണ്ട് വെങ്കടജിയുമായിട്ട്. അദ്ദേഹം എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായില്ല, എന്തുകൊണ്ട് മുസ്ലിമായില്ല, ഈ സഹോദര മതത്തിൽ തന്നെയാണ് എന്തുകൊണ്ട് ചേർന്നത്? അപ്പം അതൊക്കെ സവിസ്തരം ഇതിനകത്ത് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അംബേദ്കറെ എങ്ങനെയെല്ലാമാണ് ഒതുക്കാൻ ശ്രമിച്ചതെന്നറിയാമോ? 1946-ൽ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലിയിൽ 296 അംഗങ്ങളെ നിശ്ചയിച്ചു, സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ്. പക്ഷെ അതിൽ അംബേദ്കർക്ക് മെമ്പർഷിപ്പ് സ്ഥാനം ഉണ്ടായിരുന്നില്ല. കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലിയിൽ അംബേദ്കറെ ചേർത്തില്ല. അവസാനം ബംഗാളിൽ നിന്നുള്ള രാംകിഷോരി കൽക്കോജി എന്ന് പറയുന്ന ഒരാളെ മാറിക്കൊടുത്തു. ബംഗാളിൽ നിന്നുള്ള ഒരു ദളിതനായിട്ടുള്ള രാംകിഷോരി മാറിക്കൊടുത്തതിന് ശേഷം ആ ഒഴിവിലാണ് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലിയിൽ കയറിയത്. അപ്പോൾ കോൺഗ്രസ് എത്രമാത്രം അംബേദ്കറെ പേടിച്ചിരുന്നു, അംബേദ്കറെ തമസ്കരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഈ തന്നെക്കാൾ വലിയ ഒരാൾ അല്ലെങ്കിൽ തന്നെക്കാൾ അറിവ് കൂടിയ ഒരാളുണ്ടെങ്കിൽ തൻ്റെ സ്ഥാനം പോകുന്നുള്ള ധാരണ തന്നെയായിരുന്നു അന്ന്. അതിനേക്കാളും ഒരു ശക്തമായ പിന്നോക്ക ദളിത് വിരോധമാണ് നെഹ്റുവിനുണ്ടായിരുന്ന വിരോധം തന്നെയാണ്. അല്ലെങ്കിൽ അംബേദ്കറിനോട് എന്തുവാണ് ഇത്രയും വലിയ കുഴപ്പം കാണിക്കാനുള്ള കാരണം? അംബേദ്കറെ പോലെ ഇത്രയും മഹാനായിട്ടുള്ള ഒരു നിയമജ്ഞൻ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ആൾ,
ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി ശില്പികളിൽ ഒരാൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരാളിനെ എന്തിന് തമസ്കരിക്കാൻ ശ്രമിച്ചു? തൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ ചേർത്തില്ല. അതിനു മുമ്പ് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലി രൂപീകരിച്ചു, അതിനകത്ത് ചേർത്തില്ല. അപ്പോൾ ഇത്തരം കാര്യം അദ്ദേഹം ബോംബെയിൽ മത്സരിക്കുമ്പോഴത്തേക്ക്, ബോംബെയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴത്തേക്ക് പ്രാദേശിക ഇതിനിടയ്ക്ക് കോൺഗ്രസുമായി തെറ്റി. അദ്ദേഹം പിന്നോക്കക്കാരുടെ ഒരു ഫെഡറേഷൻ ഉണ്ടാക്കി, ബാക്ക്വേർഡ് ക്ലാസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ പിന്നോക്കക്കാരുടെ ഫെഡറേഷൻ്റെ പേരിൽ ബോംബെയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു പിന്നോക്ക ദളിത് സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അംബേദ്കറെ തോൽപ്പിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ്. അപ്പം അംബേദ്കറോട് തരിമ്പ സ്നേഹം കാണിച്ചിരുന്നില്ല. പക്ഷെ അംബേദ്കറെ അംഗീകരിച്ചാര്? അംബേദ്കറെ അംഗീകരിച്ചത് BJP സർക്കാരാണ്. വാജ്പേയിയുടെ മന്ത്രിസഭ വാജ്പേയി ഉണ്ടായിരുന്ന സമയത്താണ്, അല്ലെങ്കിൽ പിന്നെ BJP പിന്തുണയോടുകൂടി ഭരിച്ച VP സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് ഭാരതരത്ന അവാർഡ് 4 പതിറ്റാണ്ടിന് ശേഷം, അംബേദ്കർ മരിച്ച് 4 പതിറ്റാണ്ടിന് ശേഷമാണ് BJP പിന്തുണയുള്ള സർക്കാർ ഭാരതരത്ന അവാർഡ് കൊടുക്കുന്നത്. ഇവിടെ രാജീവ് ഗാന്ധിക്ക്, നെഹ്റുവിനൊക്കെ, ഇന്ദിരാഗാന്ധിക്കൊക്കെ കൊടുത്തതാണ്. പക്ഷേ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറെ മറന്നു കോൺഗ്രസ്, കൊടുക്കാൻ തയ്യാറായില്ല. 4 പതിറ്റാണ്ട് വേണ്ടി വന്നു. BJP വരേണ്ടി വന്നു. BJP വരേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ആ BJPക്ക് എതിരായിട്ടാണ് ഇപ്പോൾ അംബേദ്കറെ ചേർത്തിരുന്നത്. അതായത് അമിത്ഷായുടെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട്. രാജേഷ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി. അംബേദ്കർ പ്രതിമയിൽ ഒരു മാല ഇടാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. മുംബൈയിൽ നടന്ന പരിപാടിയിൽ ബാക്കി ശിവജിയുടെയും ബാക്കി നേതാക്കന്മാരുടെയും ഫോട്ടോയിൽ മാല ചാർത്തിയപ്പോൾ അംബേദ്കറുടെ ഫോട്ടോയിൽ മാല ചാർത്താൻ പോലും. അപ്പം എന്തുമാത്രം മനസ്സിൻ്റെ ഉള്ളിൽ അവർ കറുപ്പ്, തൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും മുതുമുത്തച്ഛനും ഒക്കെ കാണിച്ച അതേ വെറുപ്പ് ഇപ്പോഴും പിന്തുടരുന്നുള്ളതാണ്. അപ്പം എന്താ ഇതിൻ്റെ സന്ദേശം? അംബേദ്കർ അവസാന കാലം ഡൽഹിയിൽ ചെലവഴിച്ച കപൂർത്തല എസ്റ്റേറ്റ് അടുത്തുള്ള വീട്, അത് ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത് BJP ആണ്. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടന്ന ചൈതന്യഭൂമി, ആ ചൈതന്യഭൂമി സ്മാരകമായി പ്രഖ്യാപിച്ചതും അതിനുവേണ്ടി പുനരുദ്ധാരണം നടത്തിയതും നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിൻ്റെ ദീക്ഷാഭൂമി നാഗപ്പൂരിൽ, അദ്ദേഹത്തിൻ്റെ ദീക്ഷാഭൂമി പിന്നെ പുനരുദ്ധാരണം നടത്തിയതും ധാരാളം സന്ദർശനം, ഞാനിവിടെ പോയിട്ടുണ്ട് നാഗപ്പൂരിൽ. അപ്പോൾ ആ നാഗപ്പൂരിലെ ദീക്ഷാഭൂമി പിന്നെ വലിയ സ്മാരകമായി മാറ്റിയതും നമ്മുടെ BJP സർക്കാരാണ്. ഒരുപക്ഷെ അംബേദ്കർ വേണമെങ്കിൽ ഇനി നമുക്ക് സംഘി എന്ന് വിളിക്കാം അല്ലേ? അംബേദ്കറെ സംഘി എന്ന് വിളിക്കാൻ അംബേദ്കർ മനസ്സുകൊണ്ട് RSS അംഗീകരിച്ചതാണ്. അതെ, സംഘി എന്ന് വേണമെങ്കിൽ അന്ന് അതങ്ങനെ ചുരുങ്ങി ആ സംഘി എന്നുള്ള ചെറിയ പേരിൽ വിളിക്കേണ്ട ആളല്ല അദ്ദേഹം. രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിനെ മനസ്സ് അംഗീകരിക്കുകയും സംഘവുമായി നല്ല അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്ത ആളാണ് അംബേദ്കർ. അതാണ് സത്യം. അതുകൊണ്ടാണ് മൗവിൽ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ മൗവിൽ ഒരു സ്മാരകം വേണമെന്ന് നെഹ്റുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ നെഹ്റു ഒരു കുറിപ്പെഴുതി അത്രേ. അത് സർക്കാർ ഇങ്ങനെ ആരുടെയും സ്മാരകം ഉണ്ടാക്കാറില്ല. എത്രയോ സ്മാരകങ്ങൾ സർക്കാർ ഉണ്ടാക്കി. പക്ഷേ അംബേദ്കർ മരിച്ചതിന് ശേഷവും അംബേദ്കർ നിഴലിനെ പോലും, ആ സ്മൃതികളെപ്പോലും ഭയക്കുന്ന കോൺഗ്രസിൻ്റെ സർക്കാർ അംബേദ്കറെ തമസ്കരിക്കുവാനാണ് അവർ ചരിത്രം ഉണ്ടാക്കിയത്. ഈ ചരിത്രമെല്ലാം, ഭാരതത്തിൻ്റെ ചരിത്രമെല്ലാം കോൺഗ്രസിൽ തന്നെ, നെഹ്റുവിൽ തന്നെ, നെഹ്റു കുടുംബത്തിൽ തന്നെ നിൽക്കണം എന്നുള്ള അതിയായ ആഗ്രഹവും ആണ് ഇതിൻ്റെ പുറകിലുള്ളത്. അംബേദ്കറെ തമസ്കരിച്ചു, ഒരു ശാഠ്യമാണ്. നിങ്ങൾ പറഞ്ഞാൽ ശരി, അതൊരു ശാഠ്യമാണ്. അംബേദ്കർ അംഗീകരിക്കില്ല. അവരുടെ തികഞ്ഞ ദളിത് വിരോധം. അതിന് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന ദളിത് നേതാക്കന്മാരുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. മനസ്സിലായില്ലേ? നരസിംഹറാവുവിന് മൃതശരീരം ഡൽഹിയിൽ കൊണ്ടുവരാൻ പോലും സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മൃതശരീരം, നെഹ്റു കുടുംബത്തിൻ്റെ മൃതശരീരങ്ങൾ മാത്രം, നെഹ്റു കുടുംബത്തിലെ ആളുകളുടെ മൃതശരീരങ്ങളാണ് ഇന്ന് ഡൽഹി മുഴുവനുള്ളത്. ബാക്കി ആരുടെയും പ്രധാനമന്ത്രി ആദ്യത്തെ നെഹ്റു കുടുംബത്തിൽ നിന്ന്, ആദ്യമായി കോൺഗ്രസിൽ നിന്ന് നെഹ്റു കുടുംബത്തിലല്ലാതെ ഒരു പ്രധാനമന്ത്രിയായ നരസിംഹറാവുവിൻ്റെ മൃതശരീരത്തെ AICC ഓഫീസിൽ കയറ്റില്ല. ആ ഗേറ്റ് തുറന്നില്ല. ആന്ധ്രയെ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ, ഡൽഹിയിൽ സംസ്കരിച്ചില്ല. അതുപോലെ അംബേദ്കറുടെ മൃതശരീരം സംസ്കരിച്ചത് മുംബൈയിലാണ്, ചൈതന്യഭൂമി. അപ്പോൾ ആ ചൈതന്യഭൂമിയും ഡൽഹിയിൽ അദ്ദേഹം അവസാന നാളുകൾ താമസിച്ചിരുന്ന സ്ഥലവും, പഠിച്ച ലണ്ടനിലെ സ്ഥലവും, അതുപോലെ മൗ എന്ന് പറയുന്ന സ്ഥലത്തെ ജന്മനാടും ഒക്കെ, അദ്ദേഹത്തിൻ്റെ ദീക്ഷാഭൂമിയായിട്ടുള്ള നാഗപ്പൂരും ഒക്കെ വിപുലീകരിച്ചത് അല്ലെങ്കിൽ ഒരു സ്മാരകമായി ഉയർത്തിയത് BJP സർക്കാരാണ്. ഈ ഒരു സമയത്ത് സംഘത്തിനെയും RSSനെയും BJP പ്രസ്ഥാനങ്ങളെയും ഒരു സവർണരുടെ
പാർട്ടിയാണ്, സംഘടനയാണെന്ന് പറഞ്ഞ് പരത്തിയ ഒരു സമയമുണ്ടായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ ദളിതരെ സംഘത്തിലോട്ട് ആകർഷിക്കാതിരിക്കാൻ ഇവരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ സമയത്ത് ഇവർ ചെയ്തിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അംബേദ്കർ വിരോധികളാണെന്ന് വരെ ഇവർ കഥകൾ ഇറക്കിയ ഒരു സമയമുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു തിരശീല വീഴുന്ന വാക്കുകളാണ് അങ്ങിപ്പോൾ പറഞ്ഞത്. ഠേങ്ക്ഡിജിയുടെ ആ ഒരു കൂട്ടുകെട്ട്, RSS ആയിരുന്നു ഇദ്ദേഹത്തിന് ഈ ഇലക്ഷൻ സമയത്ത് പോളിംഗ് ഏജൻ്റ് ആയിരുന്നു. ഇതൊക്കെ തിരുത്തി പുറം ലോകം അറിയുമ്പോൾ ഇതൊരു വലിയൊരു സംഭവമല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം 1925 മുതൽ ഇന്ത്യയിൽ ഭാരതത്തിൽ നടക്കുമ്പോൾ ഇന്നും ജാതീയമായ ഒരു കാഴ്ചപ്പാടിന് അതിനകത്ത് പ്രസക്തിയില്ല. ഇപ്പോഴില്ല, അന്നും ഉണ്ടായിരുന്നു, തുടക്കത്തിലുണ്ടായിരുന്നില്ല. അതല്ല ഇപ്പോഴ് ഈ നേരത്തെ ഇതൊരു സവർണ സംഘടനയാണെന്നുള്ളൊരു അത് ആരോപണം, RSSനെതിരെ ആരോപണം. പക്ഷെ പ്രവൃത്തിയിൽ എന്താ? ഇപ്പൊ യു പിയില് ബ്രാഹ്മണാധിപത്യത്തിന്റെ കോൺഗ്രസിന്റെ തീവാരിമാരുടെ കുടുംബമാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. ബ്രാഹ്മണരല്ലാതെ ഒരാളും യു പിയിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല. പക്ഷെ യു പിയിൽ ആദ്യമായിട്ട് BJPക്ക് അധികാരം കിട്ടിയപ്പോൾ അവിടുത്തെ ഏറ്റവും പിന്നോക്കക്കാരനായിട്ടുള്ള കല്യാൺ സിംഗിനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് യു പിയുടെ ചരിത്രം തിരുത്തി കുറിച്ചത് BJP ആണ്. ഒരു ആദിവാസി സ്ത്രീയെ രാഷ്ട്രപതിയാക്കിക്കൊണ്ട് പിന്നോക്കക്കാരിയെ ആദിവാസിയാണ്. അതെ, മനസ്സിലായില്ലേ? ആദിവാസിയായിട്ടുള്ള, ഞാനെന്നെ ആ പേര് ആവർത്തിച്ച് പറഞ്ഞ് കുറയ്ക്കാനല്ല, ആദിമനിവാസി ആയിട്ടുള്ള ഏറ്റവും പിന്നോക്കക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ട് BJP ഇത് കാണിക്കുകയാണ്. ഉമാഭാരതി, കല്യാൺ സിംഗ്, ശിവരാജ് സിംഗ് ചൗഹാൻ BJP മുഖ്യമന്ത്രിമാരുടെ പേരുകൾ എടുത്ത് നോക്കൂ, ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാരാണ്. അതുകൊണ്ടാണോ ഈ കോൺഗ്രസിന് ഇത്ര ഹാലുള്ളത്? തീർച്ചയായിട്ടും അത് അവർ പറഞ്ഞു പരത്തിയ കഥകൾക്ക് വിപരീതമായാണ് സംഭവിക്കുന്നത്. BJPക്കെതിരെ വന്ന സവർണാധിപത്യം എന്ന ആരോപണം തരിമ്പും എന്താ പറയുക പ്രസക്തിയുള്ളതല്ല. നേരെ തിരിച്ചാണ്. ആ മനസ്സിൻ്റെ ഏറ്റവും കൊടിയ ജാതീയമായ ജീർണതയാണ് അംബേദ്കറുടെ പ്രതിമയിൽ, അംബേദ്കറുടെ ഫോട്ടോയിലും ഹാരമിടാൻ അദ്ദേഹത്തിന് അദ്ദേഹം തയ്യാറാവാത്തത്, രാഹുൽ തയ്യാറാവാത്ത മനസ്സിനകത്തുള്ള ആ കൊടിയ വിഷം, ജാതീയമായ വിഷം, അറപ്പ്, ദലിതനോടുള്ള അവരുടെ ഏറ്റവും കൊടിയ വെറുപ്പ് ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ തലമുറയിലുള്ള രാഹുൽ ഗാന്ധി പോലും അത് സൂക്ഷിക്കുന്നു. സീതാറാം കേസരിയെ എങ്ങനെയാണ് AICC പ്രസിഡന്റ് ആക്കിയതിനു ശേഷം അദ്ദേഹത്തെ നശിപ്പിച്ചതെന്ന് അറിയാമല്ലോ. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരു അഖിലേന്ത്യാ തലത്തിൽ വാഴാൻ സമ്മതിച്ചിട്ടുണ്ട്? എല്ലാം അവരുടെ ചൊൽപ്പടിക്കുന്നു. എന്തിനാ നരസിംഹറാവുവിന് ശേഷം വന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ശരിക്കും ആരായിരുന്നു ആ പ്രധാനമന്ത്രിയുടെ റോള് നിർവഹിച്ചത്? അദ്ദേഹം അവസാനം ഒരു പാവയായിരുന്നില്ലേ? പാവ മാത്രമല്ല, അദ്ദേഹം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു റിമോട്ട് കൺട്രോളിൽ ഭരണം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. സോണിയായിരുന്നു യഥാർത്ഥ പ്രധാനമന്ത്രി. തീർച്ചയായും. എന്തായാലും ഇതാണ് അവസ്ഥ. എന്തായാലും അംബേദ്കറോട് കാണിച്ച ഈ ഒരു അനീതി ഭാരതത്തിലെ ജനങ്ങൾ പൊറുക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. 100% അങ്ങനെയാണ്. കാരണം ഭാരതം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ത്യാഗവും അതുപോലെ തന്നെ ധർമ്മവും എല്ലാം കാത്തുസൂക്ഷിക്കുന്ന ഒരു മനസ്സാണ് ഭാരതത്തിൻ്റെ മനസ്സ് എന്നുള്ളത്. അതുകൊണ്ട് ഈ അനീതിക്കെതിരെ ഭാരതം പ്രതികരിക്കും, ഉറപ്പാടും പ്രതികരിക്കും.